ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കറി വെച്ചാലോ. അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ പോണ പാമുള്ളനാണ്. പാമുള്ളൻ എന്ന് പറയും, കണ്ടാണ്ടി വറ്റാന്ന് പറയും, പല സ്ഥലത്ത് പല പേരാട്ടോ പറയണേ. ഞങ്ങൾ ഓൾറെഡി പറയണ പാമുള്ളെന്നും കണ്ണാടി വറ്റയെന്നാണ് പറഞ്ഞത്. നിങ്ങളിങ്ങനെ എന്താ പറയണമെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് കറി വെക്കാം. അപ്പോൾ വേറെ അധികം സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കടുകിൻ്റെ കൂടെ ഉലുവയും കൂടി ഇടണം കേട്ടോ. രണ്ടും കൂടി വേഗം പൊട്ടിക്കഴിയും. അപ്പോൾ കൂടെ നമുക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും സാധനം ഇടണം കേട്ടോ. മല്ലിപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചാറിന് ഇച്ചിരി കുറുങ്ങൽ ഇട്ടാനാണ്. ഞാൻ എപ്പോഴും മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടി ചേർക്കും. അപ്പോൾ കളറും കിട്ടും. അല്ലെങ്കിൽ മറ്റേ മുളക് പൊടി അധികം ആകുമ്പോഴേക്കും കളറും കൂടിപ്പോവും, കളറ് വരികയില്ല, അന്ന് എരിവ് ഭയങ്കരമായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ചേർക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആയി കേട്ടോ. പക്ഷേ മല്ലിപ്പൊടി മെയിനായിട്ട് ഇടണം കേട്ടോ, എന്നാലാണ് ആ ചാറിന് ഇച്ചിരി കുറുങ്ങൽ കിട്ടുള്ളൂ. പിന്നെ കുടംപുള്ളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ആ വെള്ളത്തോടു കൂടി അങ്ങ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇതും കിട്ടും, പുളി ഇളകി വരും കേട്ടോ. അപ്പോൾ എൻ്റെ മീൻകറിക്കുള്ള സാധനങ്ങൾ ഇത്രയും മതി. ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പാമുള്ളനെ എടുത്ത് അതിട്ട് ഇടാം കേട്ടോ. ഇന്ന് ഈ പ്രാവശ്യം വലിയതായതുകൊണ്ട് ഞാൻ 3ആയിട്ട് മുറിച്ചിട്ടോ. അപ്പോൾ തലഭാഗം, നടുകഷ്ണം, വാല് കഷ്ണം അങ്ങനെ 3ആയിട്ട് മുറിച്ച്. ഇതിന്ന് വറുക്കാൻ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് വറുത്തതാണ് ഇഷ്ടം, ബാക്കിയെല്ലാം ഞങ്ങൾക്കൊക്കെ കറി വെച്ചായിട്ട് എടുക്കണേ. അപ്പോൾ ഇതിന് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മീൻ താളിപ്പെന്ന് പറയണേ. നിങ്ങളെന്താ പറയണതെന്ന് വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.